നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചോളി. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഇവിടെ ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഹു ആർ യു, നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചു, അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങളുടെ പേഷ്യൻസിന് എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. അതിനാണ് നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലിനിക്ക് ഇത്രയും ഒരു ടൗണിൽ ഒരുപാട് ക്ലിനിക്സ് ഉണ്ടാവും. ഈ ക്ലിനിക്കിൽ നിന്ന് നിങ്ങളുടെ ക്ലിനിക്ക് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേഷ്യൻസിന് കൊടുക്കണം. എന്തായാലും നമ്മുടെ എല്ലാവരുടെ ക്ലിനിക്സിലും എന്താണ് ഒരേ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും നടക്കുക, ഒരേ എക്യുപ്മെൻറ്റ്സ് ആണ്, ഒരേ കാര്യങ്ങളാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഒന്നും സംതിങ് ഒരു സ്പെഷ്യലോ ഭയങ്കര മാജിക്കോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ക്ലിനിക്കും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും. അത് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഷ്യൻസിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവയർനെസ്സിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഒരു കൺവേർഷൻ നടക്കുള്ളൂ. സോ ഇപ്പം നമ്മുടെ ഒരുപാട് കാലത്തെ പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾക്ക് അറിയാം. സോ പേഷ്യൻ്റ് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. പക്ഷേ പുതിയതായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഴയ പോലത്തെ ഒരു വേർഡ് ഓഫ് മൗത്തിലല്ല നമ്മുടെ ക്ലിനിക്കിലേക്ക് എന്ത് ചെയ്യുക, പേഷ്യൻ്റ് വരിക. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അതുപോലെ തന്നെ അവർ നോക്കുന്നത് കുറേ കാര്യങ്ങൾ ChatGPT നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുക, പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരിക. സോ അതിനെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, നല്ല സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ എന്ത് ചെയ്യുക, കോളേജിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം പുറത്തിറങ്ങാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്യൂച്ചറിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഒരു ക്ലിനിക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഞാൻ ഡോക്ടർ മുസവ്വിർ ഫ്രം ഡെന്റൽ CEO കേരള.